ഈ മാസത്തെ എന്താ പറയണ്ടേ, എൻ്റെ ലക്ഷ്യം കുറച്ച് നല്ലതായിട്ട് എന്താ പറയണ്ടേ എക്സസൈസൊക്കെ ചെയ്യുക. 1 മാസം 2 മാസം നല്ല അടിപൊളിയായിട്ട് എക്സസൈസൊക്കെ ചെയ്യുക, ഒന്ന് ഫിറ്റ്നസ്സിലേക്ക് കൊണ്ടുവരിക. അപ്പം ഈ എക്സസൈസ് ചെയ്യുന്നതെന്ന് ഉദ്ദേശിക്കുന്നത്, ഞാൻ ഉദ്ദേശിക്കുന്നത് തടി കുറയ്ക്കുക എന്നുള്ളതല്ല. തടി ഇപ്പം വെക്കുക അതെനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഫാക്ടറേ അല്ല. ഞാൻ ആക്ച്വലി നേരത്തെ ജിമ്മിലും പിന്നെ നടക്കാനും ഒക്കെ പോകുന്നതിൻ്റെ ആ ഒരു ഉദ്ദേശം എക്സസൈസ് ചെയ്തിട്ട് നമ്മളിപ്പം അതിരാവിലെ എഴുന്നേറ്റ് നോർമൽ ചെറിയൊരു നടക്കുകയോ എക്സസൈസൊക്കെ ചെയ്തിട്ട് നമ്മുടെ പണി ചെയ്യുമ്പോൾ ബൈ ഈവനിങ് ഞാൻ ഒബ്സർവ് ചെയ്തേക്കുന്നത്, ഇപ്പം 4 മണി വരെയാണ് എൻ്റെ ജോലിയെങ്കിൽ 4 മണിയാകുമ്പം ഞാൻ ഉദ്ദേശിക്കുന്ന കുറേ കാര്യങ്ങൾ കാണുമല്ലോ, ആ ഒരു ദിവസത്തിൻ്റെ ടാർഗറ്റ്. അതിൽ കൂടുതൽ എനിക്ക് കാര്യങ്ങൾ മീൻസ് ഉദ്ദേശിച്ച കാര്യത്തെക്കാട്ടിലും കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. ഇപ്പം എക്സസൈസ് ഒന്നും ചെയ്യാതെ നോർമലി രാവിലെ ഇതൊക്കെ എഴുന്നേറ്റ് ഫുഡൊക്കെ കഴിച്ച് പോകുന്നൊരു ദിവസമാണെങ്കിൽ ഉച്ചയ്ക്കാകുമ്പോഴേ ടയർഡ്നെസ് തുടങ്ങും. വൈകിട്ടാകുമ്പോൾ അങ്ങ് ഭയങ്കര ടയർഡ്നെസ് ആയിരിക്കും, ബോഡി പെയിൻ, ബാക്ക് പെയിൻ, കാലുവേന അങ്ങനെയൊക്കെ. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ എക്സസൈസ് നല്ലൊരു റോളുണ്ട്. പിന്നെ നമ്മുടെ എസ്പെഷ്യലി ലൈക്ക് നമുക്കിപ്പോൾ ഒരു ഗാർഡൻ, ഇതുപോലൊരു ഗാർഡനൊക്കെ അടുത്തുണ്ടെങ്കിൽ നമ്മുടെ ഐസ് നല്ല ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. പിന്നെ നല്ല പ്യുവർ ഓക്സിജൻ നമ്മുടെ ബ്രെയിനിലോട്ട് എത്തുക എന്നുള്ളതല്ലേ, എത്തുന്നു. പിന്നെ നമ്മുടെ ബോഡി മസിൽസും ഒക്കെ നമുക്ക് നല്ലതായിട്ടൊന്ന് ഒരു ആക്റ്റീവ് മോഡിലേക്ക് നമ്മൾ കൊണ്ടുവരിക രാവിലെ ചെയ്ത്. ഇപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു ഇൻ ദ സെൻസ് എസ്പെഷ്യലി സ്റ്റുഡൻസ് ആയിരിക്കട്ടെ, ആരാണെങ്കിലും എന്താ പറയുന്നത്, ആരാണെങ്കിലും കുഞ്ഞൊരു ചെറിയ എക്സസൈസ് എസ്പെഷ്യലി രാവിലെ ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല ഹോർമോൺസ് ഉണ്ട് നമ്മുടെ ബോഡിയിൽ. അത് റിലീസായിട്ട് നമ്മളെ നല്ല ആക്റ്റീവ് മോഡിലേക്ക് ഇരുത്തുക എന്നുള്ളതാണ് എക്സസൈസിൻ്റെ ഒരു ഗുണം. പിന്നെ സജഷൻ, റിസർച്ചേഴ്സ് ഒക്കെ പറയുന്നത് എന്തുവാ, നമ്മൾ അതിരാവിലെ എഴുന്നേറ്റ് ചെറിയ എക്സസൈസസ് ചെയ്യുക. അതായത് ഈ എക്സസൈസ് ജിമ്മിലൊക്കെ പോകുന്നവർ ജസ്റ്റ് ഒരു വർക്കൗട്ട് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈകിട്ടും പോകുന്നവരുണ്ട്. അപ്പം ഈ എക്സസൈസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ ബോഡിയുടെ ഹോൾ പാറ്റേൺ നോർമലാക്കുക എന്നുള്ളതാണ്. വൈകിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യാൻ പോയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബോഡി ഇനി കുറച്ച് നേരം ആക്റ്റീവ് ആയിരിക്കും, നല്ല ഹോർമോൺസ് റിലീസ് ചെയ്ത് നമുക്ക് സ്ലീപ്പൊന്നും കുറേ നേരത്തേക്ക് വരത്തില്ല. അപ്പം നമ്മൾ രാത്രിയിലൊക്കെ പോയി എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ നേരം നമുക്ക് ഉറക്കം വരത്തില്ല. അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. കഴിവതും 6 o'clock അങ്ങനെ വൈകിട്ടത്തെ ഒരു 6 o'clock ബിഫോറായിട്ട് അത് നമ്മൾ ഒത്തിരി രാത്രി എക്സസൈസ് ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉറക്കവും വരത്തില്ല. നമുക്ക് വണ്ണം കുറയ്ക്കുക, ഫിറ്റ്നസ് ലെവലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുമ്പോൾ കുറേ കാര്യങ്ങൾ അതിനകത്ത് ഇൻവോൾവ് ആണ്. നോട്ട് ഓൺലി എക്സസൈസ് അതിനകത്ത് ഒരു ഫാക്ടറാണ്. ഫുഡിൻ്റെ ഇൻടേക്ക് നമ്മൾ ഇച്ചിരി ഒന്ന് കൺട്രോളിൽ കൊണ്ടുവരണം. പിന്നെ നമ്മുടെ സ്ലീപ്പ് ഷെഡ്യൂൾ മെയിനായിട്ട് അത് എന്താ പറയുന്നത്, നല്ലതാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇൻ ദ സെൻസ് നമ്മൾ 8 hours മിനിമം സ്ലീപ്പ് ഒരു അഡൾട്ട് ഉറങ്ങിയിരിക്കണം. നമ്മൾ രാവിലെ റൂട്ടീനായിട്ട് നമ്മൾ എഴുന്നേറ്റ് നമ്മളൊരു എക്സസൈസ് ചെയ്യുമ്പോൾ വൈകിട്ട് ഒരു 9 മണി മാക്സിമം 9 മണി 9:30 കൂടി നമ്മൾ ഉറങ്ങുക എന്നുള്ളതാണ്. നമുക്കൊരു അങ്ങനെ കിടക്കും, നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് 1 week നമ്മൾ കിടക്കുമ്പോൾ നമുക്കൊരു ബോഡി തന്നെ അതുമായിട്ട് ചെറുതായിട്ട് യൂസ് ടു ആവാൻ തുടങ്ങും. ഉറങ്ങാൻ ശീലങ്ങൾ വരാൻ തുടങ്ങും. നമുക്ക് ഒരു ശീലം നമുക്ക് കൊണ്ടുവരണമെങ്കിൽ മിനിമം 30 ദിവസം വേണം, അല്ലെങ്കിൽ 21 to 30 days അകത്ത് നമ്മളത് ചെയ്യുമ്പോഴാണ് നമുക്കൊരു ചെറുതായിട്ടൊരു ഹാബിറ്റ് ഫോം ചെയ്യുന്നത്. അപ്പം നമുക്ക് ഹാബിറ്റ് ഫോം ചെയ്താണ് പിന്നെ നമുക്കത് നമ്മുടെ റുട്ടീനിലേക്കൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. ഞാൻ
ഞാനൊരു ഹാബിറ്റ് ഫോം ചെയ്യാൻ വേണ്ടി ഇടയ്ക്ക് ബ്രേക്കായി കിടന്ന ഒരു ഹാബിറ്റ് തിരിച്ചു കൊണ്ടിരുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഫസ്റ്റ് ഡേ ഇന്നാണ്. നോക്കാം. അതുകൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന കുറേ പ്രയോജനങ്ങൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതിന് പ്രയോജനങ്ങൾ വളരെ കോൺസെൻട്രേഷൻ ഭയങ്കരമായിരിക്കും. ഫോക്കസ് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അതിലുള്ള ഫോക്കസ് നമുക്ക് മാറത്തില്ല. പിന്നെ നെഗറ്റീവ് തോട്ട്സിൽ നിന്ന് നമ്മൾ ഒത്തിരി നമ്മൾ അവേ ആയിരിക്കും. അതായത് നമ്മുടെ സറൗണ്ടിങ്സിൽ എത്ര നെഗറ്റീവ് ഉണ്ടെങ്കിലും നമ്മൾ അതിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമുക്ക് നമ്മുടെ മനസ്സ് അതിലോട്ട് പോകത്തില്ല. നമ്മൾ കംപ്ലീറ്റ്ലി ഒരു പോസിറ്റീവ് വൈബിലേക്ക് നമ്മൾ വരും. സോ അതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. സോ ടുഡേ ഐ ഫീൽ ലൈക്ക് ബി ആക്റ്റീവ്, focus on our dreams, whatever it is, wherever we are, everybody has their own ambition, and move ahead.